ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഫിഷ് ഫാമിലേക്ക് പോവാട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്ക് പോവാറുണ്ട്. ഇത് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെറുപ്പയാണ്. അവിടെ അവർ കാര്യമായിട്ട് ഓസ്കാറും ഫൈറ്ററും കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഗപ്പിയുണ്ട്, ഏഞ്ചലും ഉണ്ട്. അതൊക്കെ ചെറിയ തോതിലാണ്. ഞങ്ങളടുത്ത് ഫൈറ്റർ ഇല്ല കേട്ടോ, ബാക്കി ഒരുവിധം മീനൊക്കെ ഉണ്ട്. അപ്പോൾ ഫൈറ്ററിനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഈ ടാങ്കിലൊക്കെ ഫൈറ്ററിൻ്റെയും ഓസ്കാറിൻ്റെയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത്. Oh yeah, 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 oh yeah. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get. കുറേ ഫൈറ്റർ ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബെറ്റ ഫിഷിനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി നമ്മൾ ആകർഷിക്കും. നീണ്ട മനോഹരമായ ചിറകുകളും പല നിറങ്ങളിൽ തിളങ്ങുന്ന ശരീരവും തന്നെയാണ് ബെറ്റയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബെറ്റ ഫിഷിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നീണ്ട മനോഹരമായ ഫിൻസ്. ഇങ്ങനെ ബോട്ടിൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്കതിൻ്റെ ഭംഗി കാണാൻ കഴിയില്ല കേട്ടോ. പക്ഷേ അക്വേറിയത്തിലൊക്കെ ഇട്ടിക്കുകയാണെങ്കിൽ അത് നീന്തുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഓസ്കാറിൻ്റെ മക്കളാണ് കേട്ടോ. ഓസ്കാർ പക്ഷേ ചെയ്യാൻ കുറച്ച് റിസ്ക്കിയാണ്. കാരണം എന്താ വെച്ചാൽ കറണ്ട് ഏത് നേരം വേണം, കറണ്ട് പോയി നിൽക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫൈറ്ററിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ ഈ ഫാമിൽ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേ നോട്ടിട്ട് വെച്ചതാണ് ഫൈറ്ററിനെ മേടിക്കണം എന്നുള്ളത്. ഇവ പല നിറങ്ങളിലും വെറൈറ്റീസിലും ലഭിക്കും. റെഡ്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്, മൾട്ടി കളർ അങ്ങനെ പല നിറങ്ങളിലും ഉണ്ട് കേട്ടോ ഈ ബെറ്റ ഫിഷ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഏതായാലും നമുക്ക് ഫൈറ്ററിനെ ഒന്ന് സെലക്ട് ചെയ്യാം. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റെഡ്, നീല, മൾട്ടി കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണിൽ പിടിച്ചത് ഇതാ ഈ റെഡാണ് കേട്ടോ. അങ്ങനെ ഒരു പെയർ ബെറ്റ ഫിഷിനെ മേടിച്ചു. ഇവിടെയുള്ള ഈ നീലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നീലയും പിന്നെ ഒരു നീല റെഡും കൂടെ ചേർന്നിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അത് ഇങ്ങനെ കാണുന്നേക്കാളും ഭംഗി അക്വേറിയത്തിലിട്ട് കാണുന്നതാണ് കേട്ടോ. ഏതായാലും ഈ റെഡ് ഒന്ന് കൊണ്ടുപോയിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ അടുത്ത് വന്ന് എന്തായാലും ഒരു പെയറിനും കൂടെ മേടിക്കണം. പിന്നെ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളൊരു അക്വേറിയം ഷോപ്പിൽ കയറിട്ടോ. അക്വേറിയത്തിലേക്ക് വേണ്ട മോട്ടർ സെറ്റാക്കാനുള്ള കല്ലും വയറും പിന്നെ ഒരു മോട്ടറും ഒക്കെ മേടിച്ച് കുറച്ച് ഫുഡും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തി ഇവരെയൊക്കെ ഒന്ന് ബോട്ടിൽ ചെയ്തു. ഇവരെ ബ്രീഡിങ് ചെയ്യാനായിട്ട് നമുക്കൊരാഴ്ച കണ്ടീഷൻ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നല്ല ഫുഡും ലൈവ് ഫുഡും ഒക്കെ കൊടുത്ത് ഒന്ന് കണ്ടീഷൻ ചെയ്തിട്ട് വേണം നമുക്ക് ബ്രീഡിങ്ങിനിടാൻ. ഇവരുടെ ബ്രീഡിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.